ഗായ്സ്, അപ്പം നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന എഗ് ബിരിയാണിയാണ്. അതിനായിട്ട് നമ്മൾ 3 സവാള എടുത്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ഇതേപോലെ നമുക്ക് വേണ്ടതാണ്. ഒരെണ്ണം ഫുള്ള് വലുതായിരുന്നു. ഇത് രണ്ടും കൂടി ചേർന്നാൽ എങ്ങനെ ഉണ്ടാകും, അത്ര നല്ലതാണ്. ആൻഡ് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വാട്ടിയെടുക്കാനാണ്. ഇത് ഒരെണ്ണം ഈ ചെറുത് മതി, ഇത് അതിലേക്കാണ്. അപ്പം നമുക്ക് ഇത് അരിഞ്ഞിട്ട് കാണിച്ചു തരാം. സവാള അരിഞ്ഞാക്കാൻ കുറേ കരുണം. മുട്ട ഇവിടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് 4 എണ്ണം. ആൻഡ് വലിയ കുക്കറിലാണ് നമ്മൾ ചെയ്യുന്നത്. ചെറുത് കണ്ടോ. നമുക്ക് സവാള അരിഞ്ഞിട്ട് വെക്കാം. അപ്പം നിറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം നമ്മൾ എന്തായാലും നമുക്ക് ഇതിൽ തന്നെ എല്ലാം ചെയ്യേണ്ടതുണ്ട്. നമ്മൾ നന്നായിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇതിടുക. എന്താ പറയുക, അണ്ടിപ്പരിപ്പ് മുന്തിരി. ഗൈസ്, നന്നായി ബോൾ പോലെ വരുന്നുണ്ട്. നല്ല മണവും വരുന്നുണ്ട്. നമുക്ക് കോരി മാറ്റാം. ഇടാം. ഈ അണ്ടിപ്പരിപ്പ് ഇടാവുള്ളൂ, കാരണം അണ്ടിപ്പരിപ്പിന് കുറച്ച് മൂപ്പ് വേണം. പക്ഷെ മുന്തിരിക്ക് അത്യാവശ്യം മൂപ്പ് വേണ്ടത്. കരണ്ട് പോയിട്ടോ. നമുക്കിനി ഇളക്കി കൊടുക്കാം. 3 കപ്പോളം അരിയാണ് എടുത്തിട്ടുള്ളത് ബിരിയാണി റൈസ്. ഇത് കഴുകാം. റൈസ് നമ്മൾ അതെടുത്ത് മാറ്റിയിട്ട് മുട്ട വെച്ചു. പുഴുങ്ങിയ മുട്ട തൊലി കളഞ്ഞിട്ട് വെച്ചു. അതിലേക്ക് ഉപ്പ് മുളക് പൊടി ഇട്ടു. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചതാണ്. ജസ്റ്റ് സ്പൈസസ് വേണം. എല്ലാം എടുത്തിട്ടുണ്ട്, പിന്നെ സ്റ്റാർ എടുത്തിട്ടുണ്ട്, പട്ട എടുത്തിട്ടുണ്ട്, ഇങ്ങനത്തെ 2 കുഞ്ഞു സാധനം എടുത്തിട്ടുണ്ട്, 2 ഏലക്ക എടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് നമ്മുടെ സ്പൈസസ്. മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ സ്പൈസസ് ഇട്ട് കൊടുത്തു. അപ്പം നമ്മളുടെ വെള്ളം ഇവിടെ തിളക്കുന്നുണ്ട്. സിമ്മിലാട്ടിട്ടേക്കണം. ഇതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു. നമ്മൾ സവാള ആഡ് ചെയ്തു. നമ്മൾ പച്ചമുളക് ആഡ് ചെയ്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്തു. തക്കാളി കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. സവാള മൂത്ത് വന്നപ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ആഡ് ചെയ്തു. പിന്നെ തൈരാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അണ്ടിപ്പരിപ്പ് എല്ലാം ആഡ് ചെയ്തു. മുട്ട ആഡ് ചെയ്തു. ചോറ് ആഡ് ചെയ്തു. എല്ലാം ആഡ് ചെയ്തു. കുക്കർ അടച്ചു. നമ്മുടെ ബിരിയാണി